നമുക്ക് കോഴിക്കോട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് ഈ വില്ല കൊടുക്കാൻ പോകുന്നത്. പ്രൊജക്റ്റിൽ 6 മീറ്ററോളം വീതിയുള്ള ഒരു ഇന്റേണൽ റോഡ്സ് ആണ് വരുന്നത്. മുറ്റം നോക്കിക്കഴിഞ്ഞാൽ സുഖമായി 2 കാർ നിർത്തിയിടാൻ പറ്റും. ഹായ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കോഴിക്കോട് കേരളത്തിലെ പുതിയ 6 വരിപ്പാത വരുന്നുണ്ടല്ലോ, അതിൽ പന്തീരാങ്കാവ് ജംഗ്ഷനിൽ വെറും 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വില്ല പ്രൊജക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത്. ഈ പ്രൊജക്റ്റിൽ ഒരു വില്ല ഇനി കൊടുക്കാനുണ്ട്. ഈ പ്രൊജക്റ്റിൽ 6 മീറ്ററോളം വീതിയുള്ള ഒരു ഇന്റേണൽ റോഡ്സ് ആണ് വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വില്ല. അഞ്ചോളം സെന്റ് ലാൻഡ് ഏരിയയിൽ 1500ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വില്ലയാണത്. 3 BHKയിലാണ് ഈ വില്ല ചെയ്തിട്ടുള്ളത്. ഒരു ബെഡ്റൂം മുകളിലും ബാക്കി 2 ബെഡ്റൂം താഴെയാണ് വരുന്നത്. ഇതിൻ്റെ മുറ്റം നോക്കിക്കഴിഞ്ഞാൽ സുഖമായി 2 കാർ നിർത്തിയിടാൻ പറ്റും. ഇപ്പോൾ ഒരു കാർ നിർത്തിയിട്ടുണ്ട്, ഇനി ഒരു കാർ സുഖമായിട്ട് നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ മുറ്റം വരുന്നുണ്ട്. കുടിവെള്ള സൗകര്യത്തിന് ഓപ്പൺ വെല്ലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വെള്ളമുള്ള ഓപ്പൺ വെല്ലാണ്. കൂടാതെ സിറ്റ് ഔട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പുകളൊക്കെ ലാപ്പോത്ര ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഫ്ലോറിങ് ടൈൽസിലാണ് കൊടുത്തിട്ടുള്ളത്. വീട്ടിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ലിവിങ് ഏരിയയിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ് ഉള്ള സോഫയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്പേസ് ഉണ്ട്. ഫ്ലോറിംഗ് ഒക്കെ നല്ല പൊടി പിടിച്ചിറക്കുന്നുണ്ട്, കാരണം ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ള ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും ഫുള്ള് വർക്ക് കഴിയുമ്പോൾ നല്ല വൃത്തിയാവുന്നതാണ്. ഇപ്പോൾ പൊടി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഇതാണ് വലിയൊരു ഡൈനിങ് സ്പേസ് ആണ് ഇവിടെ വരുന്നത്. അവിടെ വാഷ് ബേസിൻ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ചെയറിന്റെ താഴെ ഇവിടെയാണ് കിച്ചൺ വരുന്നത്. കിച്ചണൊക്കെ നല്ല സൈസില്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസിലുള്ള കിച്ചൺ ഉണ്ട്. ഇവിടെ ഒരു വർക്ക് ഏരിയയും കൊടുക്കുന്നുണ്ട്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറാണ് ഈ കാണുന്നത്. ഡൈനിങ് ഹാളിൽ നിന്ന് അടുത്ത ബെഡ്റൂമിലേക്കുള്ള എൻട്രി ഇങ്ങനെയാണ് വരുന്നത്. അതിന്റെ സൈഡിലായിട്ട് ബാത്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂം കഴിഞ്ഞാൽ അടുത്ത ബെഡ്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യുന്ന ബെഡ്റൂമാണ്. ഇതാണ് അതിന്റെ ടോയ്ലറ്റ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ ഇവിടെയൊക്കെ പണി ഇറക്കുന്ന കാരണം കുറച്ച് പെയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ കയറി കഴിഞ്ഞാൽ ഇവിടെയാണ് ഹാള് വരുന്നത്. ഹാളിൽ നിന്ന് ഒരു ബാൽക്കണി വരുന്നുണ്ട്. ഇതാണ് ബാൽക്കണി. ഇതാണ് ബാൽക്കണി എന്നുള്ള വ്യൂ. ഇത് ഇന്റേണൽ റോഡാണ്, 6 മീറ്റർ ഇന്റേണൽ റോഡ്. ഈ ഒരു വീട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഫിനിഷിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാൽക്കണിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. ഇതാണ് ബെഡ്റൂം. അതിന്റെ ടോയ്ലറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇതാണ് ടോയ്ലറ്റ് വരുന്നത്. ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ സെപ്പറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ 3 ബെഡ്റൂമും കണ്ടു. ഇനി അടുത്തായിട്ട് ഓപ്പൺ ടെറസ് ആണ് കാണിക്കാനുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇത് ഡൈനിങ് ഹാള്, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു ബെഡ്റൂം പ്ലസ് ടോയ്ലറ്റ്, ഇത്രയും വലിയൊരു ഓപ്പൺ ടെറസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ബെഡ്റൂം ഉണ്ടാക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യാൻ ബാക്കിയുണ്ട് ഇനി. കൂടാതെ കുറച്ച് പെയിൻറ്റിങ്ങും കുറച്ച് ഫിനിഷസ് വർക്കും ബാക്കിയുണ്ട്. ഈ ഒരു വില്ലക്ക് പുറമെ ഈ ഒരു പ്രൊജക്റ്റിൽ ഒരു 20 സെൻറ്റോളം കോമൺ ഏരിയ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ പ്ലേ ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6 മീറ്റർ ഇന്റേണൽ റോഡ്സ് ഉണ്ട്. സൈഡിലൊക്കെ കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് കോഴിക്കോട് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് പ്രൈസിനാണ് ഈ വില്ല കൊടുക്കാൻ പോകുന്നത്. വിസിറ്റ് അറേഞ്ച് ചെയ്യാനോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ബൈ.